സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. ഉണ്ണി തൻ്റെ ഉണ്ടക്കണ്ണുകൾ ഇമ വെട്ടാതെ തുറന്നു പിടിച്ച് വായു അല്പം തുറന്ന് തൻ്റെ നേർക്ക് തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് ഭാസ്കര മേനോൻ ലാഘവത്തോട് പറഞ്ഞു. അവൻ്റെ നോട്ടം കണ്ടോ? അവനെ ബാധിക്കുന്ന എന്തോ വലിയ കാര്യം കേൾക്കാൻ നിൽക്കുന്ന പോലെ. അവനെന്തെങ്കിലും മനസ്സിലായിട്ടാണോ? അവന് ചിലതൊക്കെ മനസ്സിലാകും ഭാസ്യമ്മാമി, ഉണ്ണിമായ പറഞ്ഞു. ബുദ്ധിയും സാമർഥ്യവും ഉള്ളവർക്ക് കൂടി മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ പറ്റും. ഭാസ്കര മേനോനോട് സ്ത്രീകളാരും അങ്ങനെ നേരിൽ സംസാരിക്കുന്ന ശീലം പണ്ട് മുതലേ ഇല്ലാത്തതാണ്. ഭാസ്കര മേനോൻ്റെ സഹോദരിമാർ പോലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ 2 or 4 വാക്ക് സംസാരിക്കുമായിരുന്നുള്ളൂ. ബഹുമാനം കൂടുതൽ കൊണ്ടായിരുന്നു അത്. തറവാട്ടിലെ ഗവർണർ സ്ഥാനമായിരുന്നു ഭാസ്കര മേനോന്. തറവാടിൻ്റെ പൊതുവായ ഒരു പ്രശ്നത്തിൽ ഭൂരിപക്ഷ തീരുമാനം അനുസരിച്ച് പ്രഖ്യാപനം നടത്തുകയോ എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവിൽ ഒപ്പുവെക്കുകയോ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന പോലെയുള്ള ഒരു ബഹുമാനവും അനുസരണയും വിധേയത്വവും തറവാട്ടിൽ എല്ലാവർക്കും ഭാസ്കര മേനോനോട് ഉണ്ടായിരുന്നു. ഉണ്ണിമായി ഇടയ്ക്ക് കയറി പറഞ്ഞത് ഒരു കല്ലുകടിയുടെ തോന്നൽ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കി. അത് തിരിച്ചറിഞ്ഞെങ്കിലും അവൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഇവിടെ ആ പെൺകുട്ടി വന്നപ്പോൾ ഉണ്ണി ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി. ആരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ണിക്ക് തോന്നി അവൾ ഇവിടുത്തെ ആരോ ആണെന്ന്. ഇവിടെ എത്ര പേര് വരികയും പോവുകയും ചെയ്യുന്നു. ഇന്നേ വരെ അവനിങ്ങനെ ചെയ്തിട്ടില്ല മറ്റാരോടും. അവൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടം തോന്നിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി മല്ലികയ്ക്ക് കാട്ടിക്കൊടുത്തതാവും. പൊട്ടനാണെങ്കിലും അവനൊരാണല്ലേ, പ്രായവും ഉണ്ടല്ലോ. ഭാസ്കര മേനോന്റെ പരിഹാസം പുരണ്ട മറുപടിയിൽ ഉണ്ണിമായിയുടെ മുഖം ചുവന്നു. ഉണ്ണിയുടെ കല്യാണക്കാര്യമാണല്ലോ ഇപ്പോൾ അമ്മാമ്മ ചോദിച്ചത്. മാളുവിൻ്റെ മോള് അവൻ്റെ മുറപ്പെണ്ണായിട്ട് വരൂലോ. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആലോചിച്ച് നടത്തി തരിക. ഭാസിയമ്മാമയാണല്ലോ വല്യേട്ടൻ. ഭാസ്കര മേനോൻ മുഖത്തടിയേറ്റ കണക്കെ നിന്നു. മായയെ നിർത്ത്, നീ സംസാരിക്കണ്ട, ഹരീന്ദ്രൻ ശാസിച്ചു. എന്താ സംസാരിച്ചാൽ? സ്ത്രീകൾക്ക് സംസാരിക്കാൻ നാവും വാക്കും ഉള്ള തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്കെന്നെ കിട്ടിയതും കിട്ടി ഈ കുടുംബത്തിൽ കൊണ്ടുവരാൻ പറ്റിയതും. ദുരഭിമാനം കൊണ്ടും സ്വത്തിന് കണ്ണുവെച്ചും കൊന്നു തള്ളുന്ന കൂട്ടരായിരുന്നു എൻ്റെ വീട്ടുകാരെങ്കിൽ ഇന്ന് നിങ്ങളും ജീവനോടെ കാണില്ല, ഞാനും ഉണ്ടാവില്ല. ഉണ്ണിമായ പറഞ്ഞു നിർത്തിയ ശേഷമുണ്ടായ നിശബ്ദത വാചാലവും അർത്ഥപൂർണവുമായിരുന്നു. ഭാസ്കര മേനോന് ഒരിക്കലും സ്ത്രീകളോട് ഇടയേണ്ടി വന്നിട്ടില്ല. അയാളുടെ ജീവിതം ആ മട്ടിലല്ല സംവിധാനം ചെയ്യപ്പെട്ടിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു എതിർസ്വരം സിംഹത്തെപ്പോലെ ജീവിച്ചിട്ട് വാർദ്ധക്യത്തിൽ ഒരടി കിട്ടിയതുപോലെയായി അയാൾ. ഇവളെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ആരുമില്ലേ എന്ന മട്ടിൽ അയാൾ ജഗന്നാഥക്കുറുപ്പിനെയും ഹരീന്ദ്രനെയും ഒടുവിൽ മല്ലികയെയും നോക്കി. ഉണ്ണിമായ ഇനി ഒരക്ഷരം മിണ്ടാതെ ഉണ്ണിയെ ചേർത്ത് പിടിച്ച് ഹാളിൽ നിന്ന് പിൻവാങ്ങിയതോടെ പിരിമുറുക്കത്തിന് ഒരയവ് വന്നു. അഹങ്കാരം! ഭാസ്കര മേനോൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. അവനവൻ്റെ നിലയ്ക്കും വിലയ്ക്കും മീതെ നിൽക്കുന്നിടത്ത് നിന്ന് ബന്ധം പിടിച്ചാൽ ഇതിലും വലുത് സഹിക്കേണ്ടി വരും. അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും പറയാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് എല്ലാവരും വിചാരിച്ചു. ഭാസ്യേട്ടൻ എനിക്കൊരു മറുപടി തന്നില്ലല്ലോ. ഞാനൊരിക്കലും ഏട്ടനോട് മറുത്തു പറഞ്ഞിട്ടില്ല, ഒന്നും ചോദിച്ചിട്ട് കൂടിയില്ല. മല്ലികയുടെ ചോദ്യം വിഷയം മാറ്റി. നിന്നെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്റെ ഭർത്താവും മകനും പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ വിശ്വാസം വരുമോ? നീ ബാലകൃഷ്ണനോട് ചോദിച്ചില്ലേ? അവർ പറയണതൊന്നും എനിക്ക് കേൾക്കണ്ട. ഭാസ്യേട്ടന പോണ്ടിച്ചേരിയിൽ താമസിക്കണതും അവിടെ വീടും ചുറ്റുപാടുകളും ഉള്ളതും. മാളുവിനെ ഭാസ്യേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ എന്നറിഞ്ഞാൽ മതി എനിക്ക്. എൻ്റെ വീട്ടിൽ മാളുവിനെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ എവിടെയെങ്കിലും വെച്ച് ഭാസ്യേട്ടൻ മാളുവിനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിലെന്നല്ല, പോണ്ടിച്ചേരിയിൽ എവിടെ വെച്ചും നിന്റെ മകളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ജയദേവൻ്റെ മകൻ ഇവിടെ വന്ന് പറഞ്ഞല്ലോ മാളു പോണ്ടിച്ചേരിയിലെ ഒരാശുപത്രി വെച്ച് പ്രസവിച്ചെന്ന്. അതിൻ്റെ തീയതിയും അവൻ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ അവനോട് തന്നെ ചോദിക്കണം. ഭാസ്കര മേനോൻ തർക്കിച്ചു. അന്നേ ദിവസം തങ്കം പ്രസവിച്ചതായിട്ടാ ആശുപത്രിയിലെ കടലാസെന്നും അവൻ പറഞ്ഞു. അവന് ഭ്രാന്താണ്. തങ്കം പ്രസവിച്ചത് ജിപ്മർ ഹോസ്പിറ്റലിലാണ്. അവൾ പ്രസവിച്ച കുട്ടി ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇവിടെ വന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കും തോന്നി അത് ചിലപ്പോൾ മാളുവിൻ്റെ മോളായിരിക്കുന്നു. അല്ലെങ്കിൽ അവളെന്തിനിവിടെ വരണം? എന്തിനെന്നെ കാണണം?
മല്ലിക വേവലാതി പൂണ്ട് സഹോദരനെ ഉറ്റുനോക്കി. ഇവിടെ നിന്നെ കാണാൻ വന്നത് മാളുവിൻ്റെ മകളാണോ അല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അതിലെന്താണ് ഇത്ര ചോദിക്കാനും പറയാനും ഉള്ളത്? അത് ശരിയാണെങ്കിൽ മാള് പോണ്ടിച്ചേരിയിൽ വെച്ച് പ്രസവിച്ചു എന്ന് പറയണതും ശരിയല്ലേ? അതും ചിലപ്പോൾ ശരിയായിരിക്കും. മാള് പ്രസവിച്ച കുഞ്ഞിനെ തെരുവിൽ ഉപേക്ഷിച്ചെന്ന് പറയുന്നതോ? അതും ശരിയായിരിക്കാം. ഭാസിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് മാളുവിനെ പോണ്ടിച്ചേരിയിൽ വെച്ച് കണ്ടിട്ടേയില്ലെന്ന്? മാള് പോണ്ടിച്ചേരിയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എങ്ങനെ എൻ്റെ തലയിൽ വരും മല്ലികേ? അവളെ അവളുടെ ഹസ്ബൻഡും ബന്ധുക്കളും കൂടി പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്നിരിക്കാം. അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ അവർക്ക് ജോലിയും താമസ സൗകര്യവും ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ താമസിക്കുന്നുണ്ടായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ അവളെ വല്ല തമിഴനും വിറ്റ് കളഞ്ഞിരിക്കാം. അവളെ വാങ്ങിയവൻ പോണ്ടിച്ചേരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കാം. അവൾ ഗർഭിണിയാണെങ്കിൽ പോണ്ടിച്ചേരിയിൽ എന്നല്ല ലോകത്തെവിടെയായിരുന്നാലും പ്രസവിച്ചല്ലേ പറ്റൂ. അതിനിടയിൽ എന്നെ എന്തിനു പിടിച്ചിടുന്നു? ഇതാണെൻ്റെ ചോദ്യം. ഭാസ്കര മേനോൻ തൻ്റെ നിലപാടിൽ ഉറച്ചു. ഭാസിയേട്ടനും മധുവും തങ്കവും ഒക്കെ മാളുവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന ജയദേവൻ്റെ മകൻ പറഞ്ഞത്. അവന് വട്ടാണ്. അവൻ വെറുതെ പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഞാനോ മധുവോ തങ്കമോ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അവനെക്കൊണ്ട് സാധിക്കുമോ? മാളുവിനെ ആര് പോണ്ടിച്ചേരിക്ക് കൊണ്ടുവന്നു? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ ഉള്ളവരായിരിക്കും എൻ്റെ ഭർത്താവും എൻ്റെ മകനും. സന്തു പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ബാലേട്ടനും ഹേമചന്ദ്രനും അതിൽ പങ്കുണ്ടതാണ്. അവൻ പറഞ്ഞതല്ലേ? തെളിയിക്കട്ടെ. ഇവിടെ അവൻ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി മാളുവിൻ്റെ മകളാണെന്ന് അവന് തെളിയിക്കാൻ പറ്റുമോ? ആദ്യം അത് തെളിയിക്കട്ടെ. അത് നിഷ്പ്രയാസം സാധിക്കുമെന്നാ അവൻ പറഞ്ഞത്. മെറ്റേണൽ DNA ടെസ്റ്റും ചെയ്താൽ മതിയെന്ന്. ആയിക്കോട്ടെ, അവൻ അങ്ങനെ തെളിയിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം? അവൾ മാളുവിൻ്റെ മകളാണ്. ബോധ്യപ്പെട്ട് കഴിഞ്ഞെന്നിരിക്കട്ടെ. അവളെ ദത്തെടുക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നീ കരുതി വെച്ചിട്ടുണ്ടോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ ഭർത്താവിനും മകനും മനസ്സില്ലാതെ അവരുടെ സമ്മതമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? അവരെ എതിർത്തുകൊണ്ട് അവളെ ഈ വീട്ടിൽ കയറ്റാൻ നിനക്ക് പറ്റുമോ? ഭാസ്കര മേനോൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭഗ്നാശയായി പോയി മല്ലിക. താൻ ആരോടാണ് പൊരുതേണ്ടത്? എന്തിനു വേണ്ടിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത്? ആരൊക്കെയാണ്? അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭയാശങ്കകൾ നിറഞ്ഞതും നിസ്സഹായവുമായ വാർദ്ധക്യത്തിൻ്റെ മരണശയ്യയിൽ ഇനി എണ്ണിത്തീർക്കാൻ ദിനരാത്രങ്ങൾ അധികമൊന്നുമില്ലാത്ത താൻ ചിലപ്പോൾ എന്തെങ്കിലും അവകാശം പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ കഥകളുമായിട്ട് വരുന്നത്. ഇനി ഈ വയസ്സുകാലത്ത് മാളുവിനൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം നിനക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൊടുക്കണ്ട, അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ മതി. പുകഞ്ഞ കൊള്ളി ഇത്രയും കാലവും പുറത്തു തന്നെയായിരുന്നല്ലോ. ഇവിടുന്ന് ആരും അങ്ങോട്ട് അന്വേഷിച്ചു പോയിട്ടില്ല. അവിടുന്ന് ആരും ഇങ്ങോട്ടും തിരക്കി വന്നിട്ടില്ല. മാളു അവളുടെ ഭർത്താവും കുടുംബവുമായി ഇത്രയും കാലം ജീവിച്ച പോലെ തന്നെ ഇനിയും ജീവിച്ചു പോട്ടെ. അവൾക്ക് ചിലപ്പോൾ ആ പെൺകുട്ടി മാത്രമല്ല വേറെയും മക്കളുണ്ടായിരിക്കും. നമ്മളതൊന്നും അന്വേഷിക്കുകയോ അറിയുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ ഇവിടെ ആർക്കും യാതൊരു താല്പര്യവുമില്ല. ഈ അവസാന കാലത്ത് നിനക്ക് എന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് കൊടുത്തേക്ക്. കല്യാണപ്രായമായ പെണ്ണല്ലേ, ഒരു സഹായം നമ്മൾ ചെയ്തില്ലെന്ന് വരണ്ട. ഭാസ്കര മേനോൻ പറഞ്ഞു നിർത്തി. ആ പറഞ്ഞതാണ് ശരിയെന്ന് മല്ലികയ്ക്ക് പോലും തോന്നിപ്പോയി. ഇവിടെ വന്ന പെൺകുട്ടി മാളുവിൻ്റെ മകളാണെന്ന് സ്ഥാപിച്ചിട്ട് എന്തു ചെയ്യാനാണ്? ഈ കുടുംബത്തിൽ അവൾ സ്വീകാര്യല്ല തന്നെ. മാളുവിനെ പോലും പിന്നീട് ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നൽകാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? തൻ്റെ ഞരമ്പുകൾ തണുക്കുകയാണെന്ന് മല്ലികയ്ക്ക് തോന്നി. ചോരയിൽ നുരഞ്ഞുകൊണ്ടിരുന്ന അമർഷം അടങ്ങുന്നു. അങ്കിളൊക്കെ നാളെ തിരിച്ചു പോകുമോ? അതോ 2 ദിവസം ഇവിടെ ഉണ്ടാവുമോ? ഹരീന്ദ്രൻ വിഷയം മാറ്റാനായി ചോദിച്ചു. നാളെയല്ല, മറ്റന്നാൾ, മധുചന്ദ്രൻ പറഞ്ഞു. തങ്കം എന്താ മക്കളെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നേ? മല്ലിക ചോദിച്ചു. ബാലഭാസ്കറിന് ജോലിക്ക് പോകണം. വീണ ചെന്നൈയിലാണ് പഠിക്കുന്നത്. ഗ്രീഷ്മയ്ക്കും ക്ലാസ്സുണ്ട്, തങ്കം പറഞ്ഞു. മല്ലിക തങ്കത്തിൻ്റെ മക്കളെപ്പറ്റി വിശദമായി ചോദിച്ചു തുടങ്ങിയപ്പോൾ ഭാസ്കര മേനോനും ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും കൂടി ലിവിംഗ് റൂമിലേക്ക് മാറി
ഒത്തുകൂടി. ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഭാസ്കര മേനോൻ കുറുപ്പിൻ്റെയും മകൻ്റെയും പ്രശംസ ആഗ്രഹിച്ചു ചോദിച്ചു. കൃത്യമായിരുന്നു, ഹരീന്ദ്രൻ പറഞ്ഞു. അമ്മയ്ക്ക് തൃപ്തിയായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അമ്മ ചോദിക്കുന്നില്ലെന്ന് വെച്ചു. ഹരി, കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് കൃത്യതയോടെ പറയണം. ലൂപ്പ് ഹോൾസ് ഉണ്ടാവരുത്. ഭാസ്കര മേനോൻ തൃപ്തിയോടെ പറഞ്ഞു. വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ട് ഹരീന്ദ്രൻ എഴുന്നേറ്റ് ജനൽ കർട്ടൻ വകഞ്ഞു മാറ്റി നോക്കി. ആരാ? ജഗന്നാഥക്കുറുപ്പ് ചോദിച്ചു. പോലീസ് വന്നിരിക്കുന്നു. ഹരീന്ദ്രൻ്റെ നെറ്റി ചൊളിഞ്ഞു. ഏത് പോലീസ്? ജഗന്നാഥക്കുറുപ്പ് തിരക്കി. മണിമല പോലീസാണ്. അച്ഛനും ഭാസ്യമ്മാമയും ഇവിടെ ഇരുന്നു. ഞാൻ ചെന്ന് നോക്കട്ടെ. എന്തെങ്കിലും കാര്യം കാണും. ഹരീന്ദ്രൻ മുറി വിട്ടിറങ്ങിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു സമാധാനവുമില്ല ഭാസ്യേട്ടാ. പോലീസൊന്നും ഇവിടെ വരാറില്ലാത്തതാ. ആ ഹേമചന്ദ്രനുണ്ടല്ലോ, അവന് നെകളിപ്പിത്തിരി കൂടുതലാ. ഈയിടെ തന്നെ പ്രശ്നം ഇത്രയും വഷളാക്കിയത് അവൻ്റെ അഹങ്കാരം കാരണമാ. അഞ്ജന കേൾക്കണ്ട അവളുടെ ഹസ്ബൻഡിൻ്റെ കുറ്റം. അവൾക്കറിയാം അവളും കുറേ സഹിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ബാലകൃഷ്ണനോടും ഹേമചന്ദ്രനോടും സംസാരിക്കുന്നുണ്ട്. കുറച്ച് സൂക്ഷിക്കണമെന്ന് പറയാം. കുറച്ചല്ല, കൂടുതൽ സൂക്ഷിക്കണം. ജഗന്നാഥക്കുറുപ്പ് പിറുപിറുത്തു. ഹരീന്ദ്രൻ സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോൾ SI ജെയിംസ് കുര്യൻ ജീപ്പിൽ നിന്നിറങ്ങി വരുന്നുണ്ടായിരുന്നു. ജീപ്പ് മുറ്റത്തിൻ്റെ കോണിലേക്ക് ഒതുക്കിയിട്ടിരിക്കുന്നത് ഹരീന്ദ്രനെ സംശയാലുവാക്കി. ഉടനെ തിരിച്ചു പോകാൻ ഉദ്ദേശമില്ല. ഗുഡ് ഈവനിങ് സർ. ഹരീന്ദ്രൻ അഭിവാദ്യം ചെയ്തു. ഗുഡ് ഈവനിങ്. ജെയിംസ് കുര്യൻ പ്രതിവചിച്ചു. സാർ എന്താ അന്നത്തെ അടിപിടിയുടെ അന്വേഷണത്തിനാണോ? അല്ല ഹരീന്ദ്ര, ആ മറ്റവൻ വരുന്നുണ്ട്. അവനിവിടെ കുഴപ്പമൊന്നും ഉണ്ടാകാതെ നോക്കണം. ആര് വരുന്നുണ്ടെന്നാ? ആ പത്രക്കാരനില്ലേ, നിങ്ങളുടെ ബന്ധു സന്ദീപോ? അവൻ ബന്ധുവല്ല, ശത്രുവാ. ബന്ധുക്കളാണല്ലോ പലയിടത്തും ശത്രുക്കൾ. അവൻ എന്തിനാ വരുന്നേ? ആർക്കറിയാം. SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ വരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണമെന്ന്. വരുന്ന പാടെ അവനിട്ട് 2 പൊട്ടിച്ചാൽ നിങ്ങളത് കേസാക്കുമോ? വീട്ടിനകത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ കംപ്ലൈൻ്റ് ഉണ്ടാകരുത്. സംസാരിച്ച് നിൽക്കെ ടയോട്ട ഫോർച്യൂണർ ഗേറ്റ് കടന്നു വന്നു. കാർ മുറ്റത്തിൻ്റെ നേരെ മുൻഭാഗത്തേക്ക് വന്നിട്ട് റിവേഴ്സിൽ വടക്ക് പുറത്തേക്ക് നീങ്ങി. പിന്നെ ഗേറ്റിന് അഭിമുഖമായി നിന്നു. ഇപ്പോൾ ഫോർച്യൂണറിന് കറുപ്പ് കൂടിയ സൺ ഫിലിമാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതിനാൽ പുറമേ നിൽക്കുന്നവർക്ക് അകത്തെ കാഴ്ചകൾ അത്ര വ്യക്തമല്ല. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സന്ദീപ് ഇറങ്ങി സിറ്റൗട്ടിന് നേർക്ക് വന്നു. വീട്ടിലോട്ട് കയറാമല്ലോ അല്ലേ? തടസ്സം എന്തെങ്കിലും ഉണ്ടോ? സന്ദീപ് ജെയിംസ് കുര്യനോട് ചോദിച്ചു. ഇല്ല, നിങ്ങളുടെ ബന്ധുവീടല്ലേ? SHO പറഞ്ഞു. ഓക്കെ ഹരീന്ദ്രൻ അങ്കിളെ, എന്തുണ്ട് വിശേഷം? ഒരു യാത്ര പോയിട്ട് വരികയാ. ശരിക്കു പറഞ്ഞാൽ ഇതിലെയല്ല വരേണ്ടത്. വണ്ണപ്പുറം മൂവാറ്റുപുഴ പോകേണ്ടതാ. അപ്പോൾ SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവിടെ ചെന്നിട്ടേ പോകാവൂന്ന്. അത് കാരണം കട്ടപ്പന കുട്ടിക്കാനം വഴി നേരെ ഇങ്ങു പോന്നു. സന്ദീപ് സിറ്റൗട്ടിലേക്ക് കയറി. ഒറ്റയ്ക്കേ ഉള്ളോ? ഹരീന്ദ്രൻ നെറ്റിച്ചൊടിച്ച് അതിർത്തിയോടെ ചോദിച്ചു. വേറെ ആളുണ്ട്. നമുക്ക് അല്പം സംസാരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം മറ്റുള്ളവരറിഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഗസ്റ്റുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പറയാം. എനിക്ക് മല്ലിക ചിറ്റിയെ ഒന്ന് കാണണം. അതാണ് പ്രധാനപ്പെട്ട സംഗതി. 5 മിനിറ്റ് മതി. തടസ്സമുണ്ടോ? ഉണ്ടെങ്കിലും എനിക്ക് സംസാരിച്ചേ പറ്റൂ. ഹരീന്ദ്രൻ മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ സന്ദീപ് സിറ്റൗട്ട് കടന്ന് ലിവിംഗ് റൂമിലേക്കും അവിടെ നിന്ന് ഹാളിലേക്കും പോയി. ഹാളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മല്ലികയും മധുവും തങ്കവും അഞ്ജനയും ഓർക്കാപ്പുറത്ത് സന്ദീപിനെ കണ്ട് ആശ്ചര്യസ്തബ്ധരായി. ആഹാ, മധു അങ്കിൾ, തങ്കമാൻറ്റി, നിങ്ങളായിരുന്നോ ഹരീന്ദ്രൻ അങ്കിൾ പറഞ്ഞ ഗസ്റ്റ്സ്? ഇത് വലിയ സർപ്രൈസാണല്ലോ. സന്ദീപ് അതിശയം കൊണ്ട് അവരെയെല്ലാം മാറി മാറി നോക്കി. എന്നിട്ട് മല്ലികയുടെ അടുത്തേക്ക് ചെന്നു. മല്ലിക ചിറ്റയെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ. അവൻ അവരുടെ നേർക്ക് കൈ നീട്ടി. മല്ലിക ആ കൈയിൽ ബലമായി പിടിച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സന്ദീപ് അവരെ മൃദുവായി ആശ്ലേഷിച്ചു. എന്നിട്ട് ആലിംഗനം വിട്ട് അവരോട് പുഞ്ചിരിച്ചു. എന്നെ കാണാൻ വേണ്ടിയോ? മല്ലിക അവൻ്റെ വിരലുകൾ തെരിപ്പിടിച്ചുകൊണ്ട് സന്തോഷം കൊണ്ടു. നീ വന്നു പോയിട്ട് അധിക ദിവസം ആയില്ലല്ലോ. ഇനി ഞാൻ കൂടെ കൂടെ വരും. ഞാനൊരു അന്വേഷണത്തിലല്ലേ. അതിൻ്റെ വിവരങ്ങൾ ചിറ്റയെ അറിയിക്കണ്ടേ? ആ, അത് വേണം. മല്ലിക പുഞ്ചിരിച്ച് തലയാട്ടി. അപ്പോഴേക്കും ഭാസ്കര മേനോനും ജഗന്നാഥക്കുറുപ്പും കൂടി ഹാളിലേക്ക് വന്നു. ഹായ്, ഇതാര്? ഭാസ്യമ്മാമ. സന്ദീപ് അത്ഭുത സ്തബ്ധനായി. ഇതെപ്പോൾ വന്നു?
എന്ന് വന്നു? ആരും പറഞ്ഞില്ല. ഭയങ്കര സർപ്രൈസാണല്ലോ. ഭാസ്കര മേനോൻ്റെ മുഖത്ത് യാതൊരു തെളിച്ചവുമില്ല. ഞാൻ എവിടെയൊക്കെ പോകുന്നെന്ന് നീ എന്തിനാ അറിയുന്നത്? നിന്നോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ആരോടും പറയാതെ മുങ്ങിയവനല്ലേ നീ? ഭാസി അമ്മാമേ, സോറി. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഞാൻ പോണ്ടിച്ചേരിക്ക് വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കുമല്ലോ ഭാസി അമ്മാമ്മയുടെ ഈ മണിമല വിസിറ്റ്. അതവിടെ നിൽക്കട്ടെ. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? മല്ലിക ചിട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കണ്ടല്ലോ, ഇനി സ്ഥലം വിട്ടേക്ക്. എനിക്ക് സംസാരിക്കണം ഭാസ്യമ്മാമേ. ഇവിടെ ആർക്ക് നിന്റെ പ്രസംഗം കേൾക്കണ്ട. വേഗം സ്ഥലം വിടാൻ നോക്ക്. ഭാസ്യമ്മാമേ, ഞാൻ പോലീസ് എസ്കോർട്ടോടെയാണ് വന്നിരിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. ഭാസ്കര മേനോൻ തല തിരിച്ചു നോക്കിയപ്പോൾ ലിവിംഗ് റൂമിൻ്റെ വാതിൽക്കൽ ഹരീന്ദ്രൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടു. അതിന് പിന്നിൽ സിറ്റൗട്ടിൽ പോലീസ് യൂണിഫോമും കാണായി. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പൊയ്ക്കൊള്ളാം. ആരും അനങ്ങിയില്ല. വേണ്ടത്ര തയ്യാറെടുപ്പിലാണ് സന്ദീപ് എത്തിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഉണ്ണിയും ഡൈനിങ് ടേബിളിനപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. സന്ദീപ് അവരെ കൈ ഉയർത്തി കാട്ടി. ആൻറ്റി, നമസ്കാരം. ഉണ്ണിമായി സൗഹാർദ്ദ ഭാവത്തിൽ പുഞ്ചിരിച്ചു. മല്ലിക ചിറ്റ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികൾ മാത്രം പറയാം. അതിലൊന്ന്, മാളവികയും ചന്ദ്രബാബുവും മക്കളും കുടുംബവും ഒക്കെയായിട്ട് എവിടെയോ സുഖമായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്നാണല്ലോ ചിറ്റിയുടെ സങ്കല്പം. എന്നാൽ അത് തെറ്റാണ്. മണിമലയിൽ നിന്ന് പോയി മുറിഞ്ഞപുഴ എന്ന സ്ഥലത്ത് വീടും സ്ഥലവും വാങ്ങി താമസിച്ചുകൊണ്ട് ഏലപ്പാറ കുമളി റൂട്ടിലെ ഒരു ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ചന്ദ്രബാബുവിനെ 6 മാസത്തിന് ശേഷം ഒരു രാത്രി ഏലപ്പാറയിൽ വെച്ച് കാണാതായി. 22 വർഷം കഴിഞ്ഞു. ഇതുവരെ യാതൊരു വിവരവുമില്ല. മല്ലിക താൻ കേൾക്കുന്നത് സത്യമോ മിഥ്യയോ എന്ന് തീർച്ചയില്ലാതെ സ്തബ്ധയായി നിന്നു. രണ്ടാമത്തെ സംഗതി, മകനെ നഷ്ടപ്പെട്ട ശേഷം വീടും സ്ഥലവും വിറ്റ് ഇടുക്കിക്ക് സമീപം പെരിയാർ വാലി എന്ന സ്ഥലത്തേക്ക് പോയ ശേഖരൻകുട്ടിയെയും കുടുംബത്തെയും മാളവികയെയും നിങ്ങളുടെ കുടുംബക്കാർ വെറുതെ വിട്ടില്ല. മാളവികയ്ക്ക് സുഖപ്രസവവും ചികിത്സാ സൗകര്യവും ശരിയാക്കാനെന്ന് പറഞ്ഞ് ചിറ്റയുടെ ആളുകൾ ഒരു രാത്രി പെരിയാർ വാലിയിൽ ചെന്ന് മാളവികയെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഇന്നേ വരെ ആ വീട്ടുകാർ അവളെ കണ്ടിട്ടില്ല. വർഷം 22 ആകുന്നു. ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ച് തെളിവെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. മല്ലികയുടെ ചകിതമായ നോട്ടം പതറി തൻ്റെ ഭർത്താവിലും മകനിലും ഒടുവിൽ ഭാസ്കര മേനോനിലും ചെന്ന് തടഞ്ഞു. സന്ദീപ് ഫോൺ എടുത്ത് ഒരു നമ്പർ വിളിച്ചു. മറുവശത്തു നിന്നും ഹലോ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, കിച്ചു പ്ലീസ്. അവൻ കോൾ കട്ട് ചെയ്തു. ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഭാസ്കര മേനോൻ ചോദിച്ചു. ഒന്നുമില്ല ഭാസ്യമ്മാമേ, നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല. 1 മിനിറ്റ്. ഇതുവരെ പറയാത്ത ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാം, സന്ദീപ് പറഞ്ഞു. ഹാളിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായി. പൂമുഖവാതിലിൽ ഒരു പെൺ ശബ്ദം കേട്ട് ഹാളിലുണ്ടായിരുന്നവർ തിരിഞ്ഞു നോക്കി. അല്ലിമയായിരുന്നു അത്. വാതിലിൽ നിന്ന് ഹരീന്ദ്രനോട് അവൾ ക്ഷമാപണപൂർവ്വം അകത്തേക്ക് കടക്കാനുള്ള വഴി സൗകര്യം ചോദിക്കുകയായിരുന്നു. ഹരീന്ദ്രൻ അല്ലിമയെ കണ്ട് ആശ്ചര്യസ്തബ്ധനായി. പെട്ടെന്ന് വാതിലിൻ്റെ ഭാഗത്ത് നിന്ന് ഒതുങ്ങിക്കൊടുത്തു. അല്ലിമ ലിവിംഗ് റൂമിലൂടെ ഹാളിലേക്കുള്ള വാതിലിൽ എത്തി നിന്നു. അവളുടെ പിന്നിൽ വന്ന കിഷോർ സിറ്റൗട്ടിൽ നിന്നതേയുള്ളൂ. അല്ലി, മടിക്കണ്ട, ഇങ്ങോട്ട് കടന്നുവാ. ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ, സന്ദീപ് പറഞ്ഞു. അല്ലിമയെ കണ്ടതും ഉണ്ണി ഹർഷാതിശയത്തോടെ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നേർക്ക് കൈനീട്ടി. അല്ലിമയും കൈനീട്ടി. പല്ലുകൾ വേണ്ടത്ര വളരാത്ത വായ തുറന്ന് അവൻ ചിരിച്ചു. വരാൻ മറ്റേ കൈകൊണ്ട് ആംഗ്യം കാട്ടി. എന്നിട്ട് അവളെയും കൂട്ടി മല്ലികയുടെ മുന്നിലേക്ക് ചെന്നു. എല്ലാവരുടെയും നോട്ടം അല്ലിമയിൽ തന്നെയായിരുന്നു. അവൾ അവരെയെല്ലാം നോക്കി മന്ദഹസിച്ചു. മുത്തശ്ശി. അല്ലിമ മല്ലികയുടെ കരം ഗ്രഹിച്ചു. അവളുടെ കൈ ഇരമ്പുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് തോന്നി. അതോ തൻ്റെ കൈയോ? ആ തരിപ്പ് ഉടലിലെമ്പാടും വ്യാപിക്കുന്നത് അവരറിഞ്ഞു. ഒട്ടും സംശയിക്കേണ്ട, മാളവികയുടെ മകളാണത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങളത് പറഞ്ഞില്ല, സന്ദീപ് മല്ലികയോടായി പറഞ്ഞു. മല്ലികയ്ക്ക് ഇനി സംശയമൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ കണ്ണിൽ കനിവും സങ്കടവും നിസ്സഹായതയും നിറഞ്ഞു. അവർ അല്ലിമയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് നിറകണ്ണുകളോടെ നിന്നു. അവൾ മാളുവിൻ്റെ മകളാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്താ തെളിവ്? ഭാസ്കര മേനോൻ പാരുഷ്യത്തിൽ ചോദിച്ചു. ഭാസ്യമ്മാമേ,
തെളിവൊക്കെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. ഇവിടെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല, സന്ദീപ് പറഞ്ഞു. ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് മാളവിൻ്റെ മകളാണെന്ന്, മാളവിൻ്റെ ഓഹരി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ അങ്ങനൊന്നും ആർക്കും വേണ്ടി നീക്കി വെച്ചിട്ടില്ല. ഭാസ്കര മേനോൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. അല്ലിമയ്ക്ക് നിങ്ങളുടെ വക ഒരു ചില്ലിക്കാശ് പോലും വേണ്ട. എന്നാലും ശരി, ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. മാളവികയുടെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടായിരുന്നോ? അതിൽ പിന്നീട് എന്തെങ്കിലും തിരിമറി നടന്നോ എന്നൊക്കെ. നിന്നെ ചിലക്കാതെ വിളിച്ചോണ്ട് പോടാ, ഭാസ്കര മേനോൻ പുറത്തേക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു. അങ്ങനെ പോകാൻ വന്നവരല്ല ഭാസ്യമ്മാമേ ഞങ്ങൾ. ആദ്യം ഞാൻ പറഞ്ഞത് മറന്നോ? മണിമല പോലീസിൻ്റെ എസ്കോർട്ടോടെയാ ഞങ്ങൾ വന്നിരിക്കുന്നേ. അതോടെ ഭാസ്കര മേനോൻ്റെ നാവടഞ്ഞു. മല്ലികച്ചിറ്റെ, കഴിഞ്ഞ തവണ വന്നപ്പോൾ അല്ലിമ ആരാണെന്ന് പറയാതിരുന്നത് കുറച്ച് തെളിവ് കൂടി കിട്ടാനുണ്ടായിരുന്നത് കൊണ്ടാ. മല്ലികയുടെ അടുത്തേക്ക് ചെന്ന് സന്ദീപ് പറഞ്ഞു. ഇനി ധൈര്യമായി വിശ്വസിച്ചു. കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയുടെ മകൻ ചന്ദ്രബാബുവിൻ്റെയും ഇവിടുത്തെ മാളുവിൻ്റെയും കുട്ടി തന്നെയാ ഇവൾ. 96 ഡിസംബർ 3-ാം തീയതിയാണ് മാളവിക ഇവളെ പ്രസവിച്ചത്. ഞാൻ ഇതെടുത്ത് പറയും കാരണം അന്ന് മല്ലിക ചിറ്റയുടെ ഭർത്താവും മകനും ഈ വീട്ടിലുണ്ടായിരുന്നോ? അന്നൊരു ദിവസം മാത്രമല്ല, 1-2 ആഴ്ചത്തേക്ക് അവരിവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല മോനെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഉണ്ണിമായ പറഞ്ഞു. അച്ഛനും ഹരിയേട്ടനും കൂടി പോണ്ടിച്ചേരിക്ക് പോയിരിക്കുകയായിരുന്നു. അവർ മാത്രമല്ല, ബാലമ്മാമയും ഹേമചന്ദ്രനും കൂടിയാ പോയത്. 18 ദിവസം കഴിഞ്ഞാ തിരിച്ചു വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും പരസ്പരം നോക്കി ഉമിനീരിറക്കി. അവർ 4 പേരും കൂടി പോണ്ടിക്ക് വന്നത് 96-ലല്ല 95-ലാണ്, ഭാസ്കര മേനോൻ തർക്കിച്ചു. 96-ൽ തന്നെയാ. എനിക്കറിയാം, ഉണ്ണിമായി വിട്ടുകൊടുത്തില്ല. അറിയാത്ത കാര്യത്തിന് നീ വെറുതെ തർക്കിക്കണ്ട, ഹരീന്ദ്രൻ ഭാര്യയെ താക്കീത് ചെയ്തു. നിങ്ങളന്ന് തിരിച്ചു വന്നപ്പോൾ അത്രയും വൈകാനുള്ള കാരണം പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ സൈക്ലോണും വെള്ളപ്പൊക്കവും കാരണം അവിടെ കുടുങ്ങിപ്പോയെന്ന. ഉണ്ണിമായി വിട്ടുകൊടുത്തില്ല. അതൊക്കെ ശരിയാ, അത് 95-ലാണെന്നാ പറഞ്ഞത്, ഭാസ്കര മേനോൻ തറപ്പിച്ചു പറഞ്ഞു. ഭാസ്യമ്മാമി, 95-ൽ 2 സൈക്ലോണാ ഉണ്ടായത്. ബേ ഓഫ് ബംഗ്ലാവിൽ ആദ്യത്തേത് സെപ്റ്റംബറിൽ, രണ്ടാമത്തേത് നവംബറിൽ. ഞാനിതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 95-ലെ കൊടുങ്കാറ്റും മഴയും നവംബർ 25-ന് തീർന്നു, സന്ദീപ് വെളിപ്പെടുത്തി. എന്നാൽ 97-ലായിരിക്കുമോ നമ്മൾ പോയത്? ജഗന്നാഥക്കുറുപ്പ് മകനോട് തിരക്കി. വീണെടുത്ത് കിടന്ന് ഉരുളാനൊന്നും ആരും ശ്രമിക്കണ്ട, സന്ദീപ് പറഞ്ഞു. കള്ളം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവരുടെ മുൻപിൽ കുറച്ച് ദിവസം കൂടി പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. പക്ഷേ കോടതിയിൽ വരുമ്പോഴുണ്ടല്ലോ ഭാസ്യമ്മാമേ, 96 ഡിസംബർ 3-ന് മാളവിക ക്ലൂണി ഹോസ്പിറ്റലിൽ പ്രസവിച്ച കുഞ്ഞിനെ ഡിസംബർ 7-ന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. തങ്കമാൻറ്റി നിങ്ങളുടെ പേരിലാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അത് നശിപ്പിച്ചു കളയാൻ ഹോസ്പിറ്റൽ അതോറിറ്റി കൂട്ടുനിൽക്കില്ല. അവർ മാന്യമായിട്ടാണ് ഹോസ്പിറ്റൽ നടത്തുന്നത്. ഡിസംബർ 3-ന് ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന് മാളവിക പ്രസവിച്ച കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് തങ്കമാൻറ്റിയാണ്. തെളിവുണ്ട്. സന്ദീപ് കണ്ണുമടച്ച് പറഞ്ഞതാണെങ്കിലും തങ്കത്തിൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറിപ്പോയി. അവർ പരിഭ്രമിച്ച് ഭർത്താവിനെയും ഭാസ്കര മേനോനെയും നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമായിരുന്നു. തങ്കമാൻറ്റി, അന്ന് നിങ്ങൾ കയ്യിൽ വാങ്ങിയ ആ കുഞ്ഞാണ് ദാ ഈ നിൽക്കുന്നത്, സന്ദീപ് അല്ലിമയെ ചൂണ്ടിക്കാട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? നിങ്ങൾ 3 മക്കളെ പ്രസവിച്ച അമ്മയല്ലേ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ എങ്ങനെ തോന്നി? നിങ്ങൾ പ്രസവിച്ചിട്ട് 2 മാസം പോലും പ്രായമാകാതെ ഒരു കുഞ്ഞ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓർക്കണം. വീണമോൾ. അതിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വേറൊരു ചോരക്കുഞ്ഞിനോട് അത്രയും വലിയ ക്രൂരത ചെയ്യാൻ ഒരമ്മയ്ക്ക് തോന്നുമോ? നീ എന്നോട് സംസാരിക്കണ്ട. ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ വേറൊരു വീട്ടിൽ ജനിച്ചു വളർന്നവളാ, തങ്കം ദേഷ്യം ഭാവിച്ചു പറഞ്ഞു. ആൻറ്റി, ഞങ്ങളുടെ മുൻപിലും ഇവിടുള്ളവരുടെ മുൻപിലും നിങ്ങൾക്ക് തൽക്കാലം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാം. കോടതിയിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ നിൽക്കുന്നവൾ മാളവികയുടെ മകളാണെന്ന് നീ തെളിയിക്ക്, തങ്കം പറഞ്ഞു. തെളിയിക്ക് തന്നെ ചെയ്യും. ആൻറ്റി എന്താ വിചാരിച്ചേ? അതൊക്കെ സാധിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പാറ്റേണൽ DNA എന്നുണ്ട്, മെറ്റേണൽ DNA ഉണ്ട്. എന്ത് ടെസ്റ്റാ ഇല്ലാതെ? തങ്കം സന്ദീപിന് മുഖം കൊടുക്കാതെ മാറി നിന്നു. എനിക്ക് നിങ്ങളോടെല്ലാവരോടും കൂടെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. ചന്ദ്രബാബുവിനെയും മാളവിയെയും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. നീ ആരാടാ ചോദിക്കാൻ?
പോലീസ് ഓഫീസറോ അതോ CBIയോ? ഭാസ്കരമേനോൻ ആക്രോശിച്ചു. ഞാനൊരു പത്ര റിപ്പോർട്ടർ മാത്രമാ. ആ, നീ പോയി നിന്റെ പണി നോക്ക്. ഓക്കെ. സന്ദീപ് മല്ലികയുടെ നേർക്ക് തിരിഞ്ഞു. ചിറ്റേ, ഹരീന്ദ്രനും മറ്റും പോണ്ടിച്ചേരിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ കൂടെ മാളു ഉണ്ടായിരുന്നോ? ഇല്ല. മല്ലിക നിഷേധാർത്ഥത്തിൽ തലയാട്ടി. മാളു പ്രസവിച്ചെന്നോ പെൺകുഞ്ഞാണെന്നോ പറഞ്ഞോ? ഇല്ല. മാളുവിനെ അവർ പോണ്ടിച്ചേരിയിൽ വെച്ച് കണ്ടതായിട്ട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല സന്ദീപ്. ഉണ്ണിമായി ഇടയ്ക്ക് കയറി. മണിമലയിൽ നിന്ന് പോയ ശേഷം ഇവിടെ ഞാനോ അമ്മയോ മാളുവിനെ കണ്ടിട്ടില്ല. അത്രയും അറിഞ്ഞാൽ മതി. ബാക്കി വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് ഇവിടെ അറിയിച്ചോളാം. ഇവിടെ ആരും ആരെയും അറിയിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ അറിയിക്കണമെന്ന്? ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഭാസ്കരമേനോൻ കർക്കശമായി പറഞ്ഞു. മാളവികയെ പ്രസവിച്ച അമ്മയല്ലേ ഭാസിയമ്മാമേ? അവർക്കറിയണ്ടേ സ്വന്തം കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന്? മക്കൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകുന്നവരാ നമ്മുടെ നാട്ടിലെ അമ്മമാര്. വർഷം 10-22 കൈവിട്ട് പോയിട്ട്. ഒന്ന് കാണാനും മിണ്ടാനും ഈ അമ്മയ്ക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? സന്ദീപ് ചോദിച്ചു. അങ്ങനെ ഒരു ആഗ്രഹം അവൾക്കുണ്ടെങ്കിൽ അത് പറയാനും അത് സാധിച്ചു കൊടുക്കാനും ഇവിടെ അവൾക്ക് ഭർത്താവും മകനും ഉണ്ട്. പുറത്തുനിന്ന് ആരുടെയും സേവനം ആവശ്യമില്ല. ഭർത്താവും മകനും കൂടി ചെയ്തത് എന്താണെന്ന് മല്ലിക ചിറ്റയ്ക്ക് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. 22 വർഷം കഴിഞ്ഞു ചന്ദ്രബാബുവിനെ കാണാതായിട്ട്. സ്വന്തം സഹോദരനും അച്ഛനും കൂടി പെരിയാർ വാലിയിൽ ചെന്ന് മാളവികയെ വിളിച്ചുകൊണ്ട് പോയിട്ടും ഏതാണ്ട് അത്ര തന്നെയായി. കുറച്ചു മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് 2 സംഭവങ്ങളും നടന്നത്. മല്ലിക ചിറ്റ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഇക്കാര്യങ്ങളൊന്നും. എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? നിങ്ങളാരും അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഒരമ്മയ്ക്ക് മകളെക്കുറിച്ചറിയാൻ അവകാശം മാത്രമല്ല, ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതിനവരെ സഹായിക്കാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലും ബന്ധു എന്ന നിലയിലും എനിക്കുമുണ്ട് അവകാശവും കടമയും. അതുകൊണ്ടാണല്ലോ പോലീസിൻ്റെ സഹായം കൂടി എനിക്ക് കിട്ടുന്നത്. അത് തടയാനൊന്നും ആരും നോക്കണ്ട. ശരി, നിന്റെ കടമ കഴിഞ്ഞല്ലോ, നിനക്ക് പോകാം. ഭാസ്കരമേനോൻ പുറത്തേക്ക് കൈ ചൂണ്ടി. ഞാനിവിടെ നിൽക്കുന്നതിന് ഭാസിയമ്മാമ എന്തിനാ പേടിക്കുന്നേ? ഭാസിയമ്മാമയുടെ കയ്യിൽ ചോര പറ്റിയിട്ടുണ്ടോ? അല്ലി ഇപ്പോഴും ജീവനോടെ ഉള്ളതുകൊണ്ട് ഒരു ചോരക്കുഞ്ഞിനെ കൊന്ന കുറ്റം എന്തായാലും ഭാസിയമ്മാമയുടെ തലയിൽ വരില്ല. പക്ഷേ മാളവികയുടെ കാര്യത്തിൽ ഭാസിയമ്മാമയ്ക്ക് കൈയുണ്ടെന്ന് എനിക്ക് തീർച്ചയാ. ഞാനൊരു കെട്ടുകഥം കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. വളരെ വ്യക്തമായ തെളിവുകളോടെയാണ് മാളവികയുടെ മകളെ നിങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വീണ്ടും അല്ലിമയുടെ മേലായി എല്ലാവരുടെയും നോട്ടം. സന്ദീപ് പറഞ്ഞതെല്ലാം കേട്ട ശേഷം അവിടെയുള്ള ആർക്കും തന്നെ യാതൊരു സംശയവും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അല്ലിമ മാളവികയുടെ പുത്രിയാണോ എന്നതിൽ. ഇനി മല്ലിക ചിറ്റയ്ക്ക് മകളെ കാണാനോ അവൾക്കെന്ത് സംഭവിച്ചെന്നോ അറിയാനോ ആഗ്രഹം ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ അല്ലിമയ്ക്ക് സ്വന്തം അമ്മയെ കാണാനും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാനുമുള്ള ആഗ്രഹവും അവകാശവുമില്ലേ? അവളുടെ അമ്മയുടെ വീടും ബന്ധുക്കളെയും കാണാനുള്ള അവകാശം അവൾക്കുണ്ട്. സന്ദീപ് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ആദ്യം നീ പോയി മാളുവിന് ഒരു മകളുണ്ടെന്ന് തെളിയിക്ക്. അത് കഴിഞ്ഞ് ആ മകൾ ഇവളാണെന്ന് കൂടി തെളിയിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് സംസാരിച്ചാൽ മതി ഇവിടെ, ഭാസ്കരമേനോൻ പറഞ്ഞു. തെളിയിക്കും ഭാസിയമ്മാമേ. എന്താ സംശയം? 2 മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്ന് എന്നതേക്കുമായിട്ട് ആരുമറിയാതെ മായ്ച്ചു കളയാമെന്ന് ആരും വിചാരിക്കണ്ട. ഒരു അസ്ഥി കഷ്ണമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് കണ്ടുപിടിക്കും. 22 വർഷം കടന്നു പോയതുകൊണ്ട് ഒരു തുമ്പും കിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യ്, ഭാസ്കരമേനോൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല ഭാസിയമ്മാമേ. ഞങ്ങൾ ആരുടെയും കാറ് തല്ലിപ്പൊളിച്ചിട്ടില്ല. ആരുടെയും ഷർട്ട് വലിച്ചു കീറിയില്ല. ആരെയും കയ്യേറ്റം ചെയ്തില്ല. സമാധാനപരമായിട്ടാണ് ഞങ്ങൾ അന്വേഷിച്ചത്. പക്ഷേ ചോരക്കറ കയ്യിലുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്രബാബുവിൻ്റെ വീട്ടുകാരെ കാണാൻ പെരിയാർ വാലിക്ക് പോയ ഞങ്ങളെ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കാൻ ഹേമചന്ദ്രൻ DYSP ഉത്തരവിട്ടിരിക്കുന്നു. ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ? അയാളുടെ കാറ് ഞങ്ങൾ മോഷ്ടിച്ചെന്ന് കോട്ടയം SP നേരിട്ട് വിളിച്ചു പറഞ്ഞ് ഹേമചന്ദ്രനെ കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതെരുവിച്ച കാറാണത്. ആ സത്യം ഇവിടുള്ളവർക്കും അറിയാം. അയാൾ എന്താ വിചാരിച്ചത്? കുറച്ച് ഭീഷണിയും വെല്ലുവിളിയും തടസ്സങ്ങളും വാരി വിതറിയ ഞങ്ങൾ പേടിച്ച് പിന്മാറുമെന്നോ? ആരും മിണ്ടുന്നില്ല. അല്ലി, നമുക്ക് പോകാം. നമ്മുടെ ജോലി തൽക്കാലം കഴിഞ്ഞു. സന്ദീപ് അല്ലിമയോട് വരാൻ ആംഗ്യം കാട്ടി. അല്ലിമ മല്ലികയെ നോക്കി.
അവരുടെ 2 കൈത്തലവും കയ്യിലെടുത്തു. ആ വിരലുകൾ തണുത്തിരുന്നു. പൊയ്ക്കോട്ടെ മുത്തശ്ശി. ഒന്നും ചോദിക്കാനോ വാങ്ങിക്കാനോ വന്നതല്ല. എല്ലാരെയും ഒന്ന് കാണണമെന്ന് തോന്നി. അല്ലിമയുടെ കണ്ടമിടറി. എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. മല്ലികയ്ക്ക് കരച്ചിൽ വന്നു. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട മുത്തശ്ശി. ഞാൻ അനാഥയൊന്നുമല്ല. അതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്കൊരച്ഛനും അമ്മയുമുണ്ട്. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അച്ഛനും അമ്മയും. പോട്ടെ. അല്ലുമ്മ പിന്നെ ഉണ്ണിമായെ നോക്കി. പോവുകയാണെന്ന് മെല്ലെ തലയാട്ടി. ഉണ്ണിയെ ഒന്ന് തലോടി. തങ്കത്തെയും അഞ്ജനെയും നോക്കി. ഭാസ്കരമേനോനെയും മകനെയും നോക്കി. അവരുടെ എല്ലാ നോട്ടം അവളിൽ തന്നെയായിരുന്നു. ശത്രുസ്ഥാനത്താണെങ്കിൽ പോലും അവളിൽ നിന്ന് കണ്ണെടുക്കാൻ ആർക്കും എളുപ്പം കഴിയുമായിരുന്നില്ല. ഭാസിയമ്മാമേ, പോകുക, സന്ദീപ് പറഞ്ഞു. നിങ്ങളിവിടെ ഉണ്ടെന്ന് വിചാരിച്ചല്ല വന്നത്. ഉണ്ടായിരുന്നത് നന്നായി. സത്യം മറച്ചു വെക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കൂടുതലൊന്നും പറയാനില്ല. പോട്ടെ. അലിമയും കൂട്ടി സന്ദീപ് ഹാളിൽ നിന്നിറങ്ങി സിറ്റൗട്ടിലേക്ക് പോയി. ആരും ഒരക്ഷരം പോലും മിണ്ടത്. അവർ മറഞ്ഞു കഴിഞ്ഞിട്ടും എല്ലാവരും ബന്ധനസ്ഥരെ പോലെ നിൽക്കുകയാണ്. മുറ്റത്ത് കാർ സ്റ്റാർട്ടാവുന്ന ഇരമ്പിൽ കേട്ടു. ആ ശബ്ദം അകന്നുപോയി. പോലീസ് ജീപ്പിന്റെ ശബ്ദവും ക്രമേണ ഇല്ലാതായി. ഭാസ്കരമേനോൻ ചുമ വരാതെ ചുമച്ച് ഒരു ശബ്ദമുണ്ടാക്കി. അയാൾ അനുജത്തിയുടെ സമീപത്തേക്ക് വന്നു. മല്ലിക ജ്യേഷ്ഠനെ കണ്ണിമയ്ക്കാതെ നോക്കി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ, വേറൊന്നിനുമല്ല. നിന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണെന്ന് കേട്ടു. മല്ലികയുടെ മനസ്സിലും കണ്ണിലും 100,000 ചോദ്യങ്ങളുണ്ടായിരുന്നു. അവയുടെ ഭാരം താങ്ങാനാവാതെ അവർ കുഴഞ്ഞു. മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ഒന്നും മുടക്കരുത്. എല്ലാം ശരിയാകും. പോട്ടെ. അത്രയും പറഞ്ഞിട്ട് ഭാസ്കരമേനോൻ നാടകീയമായി പിന്തിരിഞ്ഞു. ചോദ്യങ്ങൾക്കൊന്നിനും അവസരം കൊടുത്തില്ല. പോകാം എന്ന സംജ്ഞയോടെ അയാൾ മധുവിനെയും തങ്കത്തെയും നോക്കി. മധുവും തങ്കവും ജഗന്നാഥക്കുറുപ്പിനോടും ഹരീന്ദ്രനോടും യാത്ര പറഞ്ഞു. മല്ലിക നോക്കുമ്പോൾ അവർ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ചിറ്റേ, വരട്ടെ. മൃദുസ്വരത്തിൽ അവർ യാത്ര ചോദിച്ചെങ്കിലും മല്ലിക മുഖമുയർത്തിയില്ല. പോണ്ടിച്ചേരിയിൽ നിന്ന് വന്നവർ ഹാളിൽ നിന്നിറങ്ങിപ്പോയി. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും അവരെ അനുഗമിച്ച് കാറിനരികെ ചെന്നു. ഭാസ്കരമേനോൻ കാറിൽ കയറും മുമ്പ് ജഗന്നാഥക്കുറുപ്പിനോടും ഹരീന്ദ്രനോടും പറഞ്ഞു, സൂക്ഷിക്കണം. ആലോചിച്ചു വേണം ഓരോന്നും ചെയ്യാൻ. ഞങ്ങളും ഒന്ന് ആലോചിക്കട്ടെ. അവർ കാറിൽ കയറിയപ്പോഴേക്കും അഞ്ജന ഇറങ്ങി വന്നു. അവൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. ഹരീന്ദ്രനും ജഗന്നാഥക്കുറുപ്പും തിരികെ ഹാളിലെത്തിയപ്പോൾ ഒരു പ്രതിമ കണക്കെ അപ്പോഴും മല്ലിക അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹരീന്ദ്രനും ജഗന്നാഥക്കുറുപ്പും പരസ്പരം നോക്കി. ഹരീന്ദ്രൻ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി. അമ്മേ, അയാൾ വിളിച്ചു. മല്ലിക മെല്ലെ മുഖമുയർത്തി. അവൻ വന്ന് പറഞ്ഞതൊന്നും അമ്മ വിശ്വസിക്കരുത്. അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. ഞങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി. മല്ലികയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒന്നും പറയേണ്ടെന്ന് കൈ കാട്ടി വിലക്കി. എന്നിട്ട് പിന്തിരിഞ്ഞു. മല്ലികയെ, ജഗന്നാഥക്കുറുപ്പ് വിളിച്ചു. അവർ മുഖം തിരിച്ച് ഒന്ന് നോക്കി. ഭാസിയേട്ടൻ പറഞ്ഞതുപോലായിരിക്കും സംഭവം. മാളു എങ്ങനെയോ പോണ്ടിച്ചേരിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കും. അവിടെ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് പോയ പെണ്ണ് ഒരു പക്ഷേ മാളുവിൻ്റെ മകളുമായിരിക്കും. പക്ഷേ ഞങ്ങളാരും ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. മല്ലികയുടെ നോട്ടം ഭർത്താവിൻ്റെ കണ്ണിൽ അല്പനേരം തങ്ങി നിന്നു. അതിൽ നിന്ന് പാഞ്ഞ തീപ്പൊരികളേറ്റ് അന്ധനാവാതിരിക്കാൻ അയാൾ മുഖം കുനിച്ചു. മല്ലിക വീച്ച് വീച്ച് നടന്നു തുടങ്ങി. കൈ പിടിച്ച് സഹായിക്കാൻ ചെന്ന ഹരീന്ദ്രൻ്റെ കൈ അവർ തട്ടിമാറ്റി. ചുവടുകൾ ഇടറി ഇടറി തൻ്റെ ഇരുട്ടുമുറിയിലേക്ക് ദുർബലയായ ഒരാത്മാവിൻ്റെ മായുന്ന രൂപം പോലെ മറഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.